ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ. വാഹന ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. വാങ്ങാൻ ആളില്ല, മറ്റൊരു മോഡലിനെ കൂടി മഹീന്ദ്ര നിർത്തി. വാങ്ങാൻ ആളില്ലാത്തതുകൊണ്ട് ഇന്ത്യൻ വിപണിയിൽ മറ്റൊരു വാഹനം കൂടി അകാല ചർമ്മം പ്രാപിച്ചു. മോശം വിൽപ്പനയെ തുടർന്ന് കോമ്പാക്ട് SUV ന്യൂവോസ്പോർട്ടിനെ യൂട്ടിലിറ്റി വാഹന നിർമ്മാതാക്കളായ മഹീന്ദ്ര പിൻവലിച്ചു. 2 വർഷം മുൻപ് മഹീന്ദ്ര ക്വാണ്ടയ്ക്ക് പകരക്കാരനായാണ് ന്യൂവോസ്പോർട്ട് വിപണിയിലെത്തിയത്. എന്നാൽ ക്വാണ്ടയെ പോലെ ന്യൂവോസ്പോർട്ടിനും ആളുകളെ ആകർഷിക്കാൻ കഴിഞ്ഞില്ല. കാര്യമായ വിൽപ്പനയില്ലാത്ത 3 മോഡലുകളെ ഉടൻ പിൻവലിക്കുമെന്ന് കമ്പനി നേരത്തെ പറഞ്ഞിരുന്നു. അതിൽ ഒന്നാണ് ന്യൂവോസ്പോർട്ട്. കഴിഞ്ഞ 6 മാസത്തിനിടെ ദാരുണമായ വിൽപ്പനയാണ് മഹീന്ദ്ര ന്യൂവോസ്പോർട്ട് കാഴ്ചവെച്ചത്. SUV അവതരിച്ച കാലം തൊട്ട് ഇതുതന്നെയാണ് അവസ്ഥ. ആദ്യകാലങ്ങളിൽ പ്രതിമാസം 300 യൂണിറ്റ് വിൽപ്പന വളരെ ബുദ്ധിമുട്ടി ന്യൂവോസ്പോർട്ട് നേടിയെങ്കിലും ക്രമേണ മോഡൽ വാങ്ങാൻ ആളുകൾ വരാതെയായി. മെയ് മാസം ഒരൊറ്റ ന്യൂവോസ്പോർട്ട് പോലും ഡീലർഷിപ്പുകളിൽ എത്തിയില്ല. കഴിഞ്ഞ ഏതാനും മാസമായി SUVയുടെ ഉൽപ്പാദനം കമ്പനി നിർത്തിവെച്ചതായാണ് വിവരം. മോഡലിന്റെ ബുക്കിംഗ് ഡീലർഷിപ്പുകളും സ്വീകരിക്കുന്നില്ല. TUV 300യുടെ പ്രചാരമാണ് ന്യൂവോസ്പോർട്ടിന് അടിതെറ്റാനുള്ള മറ്റൊരു കാരണം. ചിലവ് കുറഞ്ഞ ചെറു SUV സങ്കല്പത്തിന് മികച്ച നിർവചനം നൽകാൻ TUV 300ന് കഴിഞ്ഞതോടെ ന്യൂവോസ്പോർട്ടിന്റെ സാധ്യതകൾ അസ്തമിച്ചു. ഇനിയൊരു തിരിച്ചുവരവ് ന്യൂവോസ്പോർട്ടിനാവില്ല. മഹീന്ദ്രയ്ക്ക് ഇക്കാര്യം നന്നായി അറിയാം. 1.5 ലിറ്റർ MHOK 100 3 സിലിണ്ടർ ഡീസൽ എഞ്ചിനിലാണ് മഹീന്ദ്ര ന്യൂവോസ്പോർട്ട് വിൽപ്പനയ്ക്ക് വന്നിരുന്നത്. പരമാവധി 100 bhp കരുത്തും 204 Nm ടോർക്കും ഉൽപ്പാദിപ്പിക്കാൻ പ്രാപ്തിയുണ്ട് ഈ എഞ്ചിന്. 5 സ്പീഡ് മാനുവൽ, 5 സ്പീഡ് AMT ഗിയർ ബോക്സ് ഓപ്ഷനുകൾ ഉണ്ടായിട്ട് കൂടി ന്യൂവോസ്പോർട്ടിന് ആളുകളുടെ ശ്രദ്ധ പിടിച്ചുപറ്റാൻ കഴിഞ്ഞിട്ടില്ല. TUV 300ലും ഇതേ എഞ്ചിനാണ് ഒരുങ്ങുന്നത്. കരുത്തുൽപാദനവും സമാനം.